നമസ്കാരം, ആയുഷാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അബാൻ ജംഗ്ഷനിലാണ്. അബാനിൽ പുതിയ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ നടക്കുന്ന ആ ഭാഗത്താണ്, അതായത് അറേബ്യൻ ജുവല്ലറിയുടെയൊക്കെ ആ ഭാഗത്ത്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പൊടി ഉയരുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇതേ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭാഗത്തോട്ട് എത്തുന്ന ആളുകളൊക്കെ ഒരു മാസ്ക് ഉപയോഗിക്കണമെന്ന്, കാരണം നന്നായിട്ട് പൊടിയുണ്ട്. പക്ഷേ മാസ്ക് തന്നെയല്ല, നിങ്ങളുടെ ഗ്ലാസ് പൊടി വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബെറ്ററാണ്. കാരണം കണ്ണിലേക്ക് സിമെൻറ്റ് പൊടിയും പാറപ്പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് പാർക്കിലോട്ട് കയറുവാണ്. ഇവിടെയും അത്യാവശ്യം നന്നായിട്ട് പൊടിയും ആയിട്ടുണ്ട്. ഇതേപോലെ മൊത്തം പൊടി അടിച്ചിരിക്കുകയാണ്, മൊത്തം പൊടിയാണ് അകത്ത്. നല്ല അടിപൊളി പാർക്കും സംഭവം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ ഈ പണി നടക്കുന്നതുകൊണ്ട് മൊത്തം കണ്ടില്ലേ, ബെഞ്ച് മുഴുവൻ പൊടിയാണ്, മൊത്തം പൊടിയാണ്. നമുക്കൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇനി എനിക്ക് കുറേ കാലത്തോളം ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ മൂക്കിലും ഉണ്ടാക്കിയിട്ട് മുഴുവൻ പാറപ്പൊടിയും സിമെൻറ്റ് പൊടിയും ആക്കി. ഇത്രയും വലിയ ഒരു ടൗൺ സ്ക്വയർ ഉണ്ടാക്കി ഇവിടെ, അതുപോലെ ഗാർഡനും ഇതിനൊക്കെ വേണ്ടി നന്നായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഗുണമില്ലാത്ത അവസ്ഥയാണ്. ഈ മേൽപ്പാലത്തിൻ്റെ പണി ഇങ്ങനെ കിടക്കുന്ന കാലത്തോളം ഇതൊന്നും ആർക്കും വന്ന് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, മൊത്തം പൊടിയാണ്. എത്ര കാലം ഇതിൻ്റെയൊക്കെ പണി കണ്ടില്ല. ഇന്നാളീ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സ്പീഡിൽ പണി തീരുമെന്ന്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് ഇല കടിക്കുന്ന പോലാണ്. നമ്മുടെ പശു പുല്ലൊക്കെ തന്നെ കണ്ടില്ല, ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. പക്ഷെ ആട് അങ്ങനല്ല, മുകൾ വശം അങ്ങും ഇഞ്ഞൊക്കെ കടിച്ചിട്ട് പോകും. അതുപോലെയാണ് ഇവിടുത്തെ പണി. ഇവിടെ കൂടെ പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താ അവിടെ കൂടെ പണി, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി പിന്നെയും പണി ബാക്കി കിടക്കുക. ഇനി ഏത് കാലത്ത് ഇതിൻ്റെയൊക്കെ പണി തീർത്തിട്ട് കൂട്ടുകാരും ഒത്ത് ഇവിടെ വന്നിരിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്നും അറിയത്തില്ല. എന്തായാലും എത്രയും പെട്ടെന്നൊക്കെ പണി തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.